ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. കുറ്റകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. നേരത്തെ ഞാനത് പറഞ്ഞു, അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് നിർബന്ധമായി ഒഴിഞ്ഞു പോകും. ഇനി അതിലുൾപ്പെടാത്തതും ഇനി ഉൾപ്പെടേണ്ടതുമായ ഉൾപ്പെടേണ്ടതുമായ മുഴുവൻ ആളുകൾക്കും അത് സംബന്ധിച്ച പരാതി കൊടുക്കാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാലാവധി 15 വർക്കിംഗ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ കൃത്യമായി കരട് തെളിമയാർന്ന ലിസ്റ്റിലേക്ക് വരുമ്പോൾ സുതാര്യമായി പോകും. സെക്കൻഡ് ഫേസിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞാണ്. അതെല്ലാം ഒരുമിച്ച് ഫസ്റ്റ് ഫേസിൽ കയറി വരണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഫേസ് എന്നുള്ളതൊരു കാറ്റഗറിയാണ്, ഒരു ക്രൈറ്റീരിയയാണ്, അല്ലാതെ അത് ഓരോ ഘട്ടമല്ല. ഫേസിൻ്റെ മലയാളം ഘട്ടമാണെങ്കിലും ഫേസ് എന്ന പദത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്രൈറ്റീരിയയാണ്. ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്രൈറ്റീരിയ, ഒന്നാം ഘട്ടം, അത് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട വീട് സ്വന്തമായുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്ത് എവിടെയും വീടില്ലാത്ത, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, ലയങ്ങളിൽ താമസിച്ചിരുന്നവർ, ഈ 3 വിഭാഗത്തിൽ നേരിട്ട് ദുരന്തത്തിൽ ഉൾപ്പെട്ട് വീട് പൂർണ്ണമായി തകർന്ന ആളുകളുടെ, ആവാസ കേന്ദ്രം പൂർണ്ണമായി തകർന്ന ആളുകളുടെയാണ് ഒന്നാമത്തെ ലിസ്റ്റ്. രണ്ടാമത്തെ ലിസ്റ്റ് ഭൗമ്യശാസ്ത്ര പഠന സംഘം പറഞ്ഞതനുസരിച്ച് നോട്ട് ടു ഗോ സോണും, ആ നോട്ട് ടു ഗോ സോൺ എടുക്കുമ്പോൾ അതിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളും, അത് സെക്കൻഡ് ഫേസാണ്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ക്യാബിനറ്റിൻ്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. 2 ഘട്ടമെന്ന പേരിലാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിലും 2 പേരുടെയും പുനരധിവാസം ഒരുമിച്ചായിരിക്കും. അതിൽ വേറെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ആ ക്രൈറ്റീരിയ തയ്യാറാക്കുമ്പോൾ 2 കൂടി മിക്സ് ചെയ്ത് വന്നാൽ ആളുകൾ എടുക്കുന്നതിലേക്കും വിടുന്നതിലേക്കും ചെറിയ പ്രയാസം. ജിയോയുടെ കാര്യത്തിൽ സർക്കാർ ഉത്തരവില്ലേ നിലവിൽ ഈ ഒരൊറ്റഘട്ട പദ്ധതി മാത്രമല്ലേ പരാമർശമുള്ളൂ? അപ്പോൾ വേറെ ജിയോ ഇറങ്ങുമോ ഈ സെക്കൻഡ് ഫേസിനെ കുറിച്ച് വിശദമാക്കിക്കൊണ്ട്? ഒന്ന്, ഉത്തരവ് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ ചോദ്യം. 4/11/2024 പുറത്തിറക്കി 1/11/2024 DMDയിൽ രണ്ടാമത്തെ ഫേസ് ഉണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫേസിൻ്റെ SOP ഇല്ല, അത് ഇന്ന് തന്നെ പുറത്തിറക്കും. എത്രയും പെട്ടെന്ന് തന്നെ പുനരധിവാസ പ്രക്രിയ പൂർത്തീകരിക്കണം എന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. മാത്രമല്ല, ഈ നമ്മൾ നേരത്തെ കമലൊക്കെ ആശങ്കപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. അത് പാടിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഘട്ടം ഘട്ടമായി തന്നെ അത് കൃത്യമായി കൊടുക്കുമെന്നാണ് അദ്ദേഹം. ആരെയും ഒഴിവാക്കപ്പെടരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യനും അനീതി ഉണ്ടായി എന്ന് തോന്നരുത്, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ ഒരു പുനരധിവാസ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ.